അതായത് ബീഫ് ഡ്രൈ ഫ്രൈ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനായി നല്ല ക്ലിയർ ആയിട്ടുള്ള ഇറച്ചി വേണം. അതായത് വേസ്റ്റും പശലും ഒന്നുമില്ലാതെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഇറച്ചി കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കണം. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പോൾ ഒത്തിരി ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുക്കണം. കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഒരു 4 വിസിൽ മതി. അപ്പോൾ ആ ഒരു സെറ്റപ്പിന് വേവിച്ചെടുക്കണം, ഒത്തിരി ഉടഞ്ഞു പോകാത്ത രീതിയിൽ. പിന്നെ മുളക് പൊടി ഇടുന്നത് കൂടുതൽ എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ മുളക് പൊടി ആഡ് ചെയ്തത്. അപ്പോൾ ഇനി ഇതൊന്ന് ശരിക്കും വേവിച്ചെടുക്കണം. വേവിക്കുമ്പോൾ ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേവിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ടിത് അരിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇറച്ചി ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. കണ്ടോ, വേവിച്ചപ്പോൾ ഇതൊന്നുമില്ല, ചുരുങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് സംഭവങ്ങൾ തേച്ച് പിടിപ്പിക്കണം. മുളക് പൊടി, ഉപ്പുപൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കോൺഫ്ലോർ, ഒരൽപ്പം സോയാ സോസ്, കുറച്ച് നാരങ്ങ നീര്, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം ആവശ്യത്തിന് ചേർത്ത് മിക്സ് ചെയ്യണം. ഇതിന് നമുക്ക് നന്നായിട്ട് ഇറച്ചിക്കകത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂർ വെക്കണം. അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം, എന്നാലേ അത് നന്നായിട്ട് സെറ്റായി കിട്ടുള്ളൂ. ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കണം. ഇനി നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇറച്ചിയിട്ട് വറുത്തെടുക്കാം. വറുത്തെടുക്കാനായിട്ട് ഇടുമ്പോഴത്തേനും ഇത് കുറച്ച് അകത്തിടണം, ഒട്ടിപ്പിടിക്കാത്ത രീതിയിലിട്ട് വേണം വറുത്തെടുക്കാൻ. ഇത് കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും വെളുത്തുള്ളിയും കൂടെ ചൂടാക്കി എടുത്തതാണ്. ഇത് അതിനകത്ത് ഇട്ട് കൊടുക്കാം.